ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അനബിൾ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് അപ്പോൾ ഈ സ്നാക്ക് തയ്യാറാക്കാൻ ഞാൻ അവിടെ 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിഞ്ജീരകത്തിന് പകരം നിങ്ങൾക്ക് എള്ള് വേണമെങ്കിൽ ചേർക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കിത് കുറേശ്ശായിട്ട് ഒഴിച്ചുകൊണ്ട് കൈ വെച്ച് നന്നായിട്ട്, അപ്പോൾ എനിക്ക് ആകെ 1/2 കപ്പ് വെള്ളവും പ്ലസ് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആവശ്യമായി വന്നിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സമയത്ത് ഞാൻ പാനിലേക്ക് കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൂൽപുട്ടിൻ്റെ ഇതുപോലെ ഒരു സേവനാരിയിൽ ഈ അച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. നമ്മൾ നുറുക്കൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന അച്ചുണ്ടല്ലോ, അത് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ അത് കുക്ക് ചെയ്യാനില്ലാന്നുണ്ടെങ്കിൽ ഉള്ളു വേവുള്ള പുറത്തൊക്കെ നല്ല രീതിയിൽ ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് കണ്ട് നമ്മളത് 2 സൈഡും മറിച്ചിട്ട് കണ്ട് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയാണ്. അപ്പോൾ ഇതേ മറിക്കാൻ നമുക്ക് ബാക്കിയുള്ള മാവും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സ്നാക്കൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കൈ വെച്ചിട്ട് അങ്ങനെ പൊട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈസിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാല്ലാ അടുത്തൊരു പുതിയ വീഡിയോ വരാതെ വരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.